നമസ്കാരം. ഗൃഹനിർമ്മാണ ഭൂമിയുടെ ഭൂമി പരീക്ഷയുടെ 5ാമത്തെ മാർഗമാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. മറ്റു 4 മാർഗങ്ങൾ മുൻ വീഡിയോയിൽ പ്രതിപാദിച്ചിട്ടുള്ളത് നിങ്ങൾ കാണാത്തവർ കാണുവാൻ അപേക്ഷിക്കുകയാണ്. ഈ 5ാമത്തെ മാർഗത്തോടും കൂടി നമ്മുടെ ഈ വീഡിയോ അല്ലെങ്കിൽ ഈ സെക്ഷൻ നമ്മളിവിടെ ഭൂമി പരീക്ഷയുടെ സെക്ഷൻ അവസാനിപ്പിക്കുകയാണ്. അടുത്ത് മറ്റൊരു സെക്ഷനുമായിട്ടുള്ള വീഡിയോ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതിനാൽ കാണാത്തവരെല്ലാം ഒന്നുകൂടി ഈ വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കാണുകയും നോട്ട് കുറിക്കുകയും ചെയ്യണം. വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കമൻറ്റും തരണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. 5ാമത്തെ മാർഗമായ ഗൃഹനിർമ്മാണം നടത്തുന്ന ഭൂമിയിൽ ഒരു താഴ്ചയിൽ ഒരു കുഴി ഒഴിക്കുക. ആ കുഴിയിലെ മണ്ണ് അതേ കുഴിയിൽ മൂടുകയാണെങ്കിൽ, ആ മണ്ണ് കുഴി മൂടിക്കഴിഞ്ഞ് മിച്ചം വരികയാണെങ്കിൽ ശുഭമാണ് ആ ഭൂമിയെന്നും, അതല്ല മണ്ണ് സമമായിട്ട് വരികയാണെങ്കിൽ മധ്യമമാണെന്നും, മണ്ണ് തികയാതെ വരികയാണെങ്കിൽ അശുഭമായ ഭൂമിയാണെന്നും നാം മനസ്സിലാക്കണം. ഇതാണ് 5ാമത്തെ മാർഗം. ഈ 5 മാർഗം അത്യാവശ്യം നമ്മൾ മനസ്സിലാക്കിയാൽ മതി ഭൂമിയുടെ ഗുണദോഷ പരീക്ഷണത്തിന്. അതിനാൽ കൂടുതൽ വീഡിയോ ഞാൻ നീട്ടുന്നില്ല. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നമോ വന്ദനം.